എന്റെ മോനെ ഇവിടെ തീ ഇവിടുന്ന് നടക്കണ്ടില്ല. അന്യായ കത്തില് ആന്ധ്ര തെലുങ്കാന ഇത് ആന്ധ്ര. വണക്കം. ഞങ്ങൾ ഹരിത്രി സൗണ്ടൊക്കെ പോയി ജലദോഷം കിട്ടി. ഇന്നലെ റൂം എടുത്തതും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നല്ല ക്ഷേമണ്ടായിരുന്നു. പിന്നെ കിടന്നുറങ്ങി. കുഴപ്പമൊന്നുമില്ല. 800-900 ഉള്ള റൂമിന്. റോയലിൻ നല്ലത് കേട്ടോ. വീഡിയോയിൽ സൗണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. സൗണ്ട് പോയി. നമുക്ക് സമയം നോക്കിയ 8:30 6 മണിയാകുമ്പോൾ ഇറങ്ങാൻ തീരെ ആയിരുന്നു. പിന്നെ ഓൾറെഡി പനിയുടെ ഗുളികയും ഇതൊക്കെ മേടിച്ച് വെച്ച കാരണം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ട്രാപ്പായനെ. വൈകുന്നേരം ആകുമ്പോൾ ഒരു പനിയുടെ ഗുളിക കഴിച്ചിട്ട് കിടന്നത്. യാത്ര ചെയ്യണ്ടായി തോന്നണത്. തണവ് അടിച്ചിട്ട് തോന്നുന്നുണ്ട്. രാവിലെ എല്ലാവരും ജാക്കറ്റ് ഇട്ട് കൊണ്ടിരിക്കും. ഞാൻ നോക്കി ടീഷർട്ട് ഇട്ടിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നെഞ്ഞത്തേക്ക് കാറ്റടിച്ചിട്ട് വന്നിട്ടുള്ളതാ. ടാങ്ക് പെട്രോളുള്ളോ. പെട്രോൾ അടിക്കണം, ഫുഡ് അടിക്കണം. അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ ഇന്നലെ പോണ വഴിക്ക് പറയാം എവിടേക്കാണ് പോണേന്നുള്ളത്. പക്ഷെ ഇന്നലത്തെ വീഡിയോയിൽ ഇത് പറയാൻ പറ്റിയില്ല. വേറെ എവിടേക്കില്ല, പ്രയാഗ്രാജാണ് പോണത്. അത് എന്താ ബൈക്കുമ്പോൾ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ നടക്കണത് കുംഭമേള എന്ന് മാത്രമേ 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു മഹാകുംഭമേള എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ബട്ട് ഞാനത് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് കുറേ എടുക്കാൻ നോക്കി. നോ രക്ഷ, കിട്ടാലിയേ. തൽക്കാലം നോക്കിയിട്ട് കിട്ടാലിയേ. അവസാനം ഞാൻ 2-3 പേരെടുത്ത് ഞാൻ പറഞ്ഞോളാം അങ്ങനെ ടിക്കറ്റ് എടുക്കണം. റെയിൽവേയിൽ വർക്കിന് ഒരു ചേച്ചിട്ട് പറഞ്ഞു അവർക്ക് പോലും കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കയ്യിൽ ബൈക്കുണ്ട്. എക്സ്പെൻസ് നോക്കി കഴിഞ്ഞപ്പോഴും വലിയ കുഴപ്പമില്ല. ഒരു 10-15,000 രൂപ കൂടുതൽ വേറുള്ളൂ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ ഇതല്ല നല്ലത്. തിക്കിലും തിരക്കിലും പോലും വേണ്ട, നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കുകയും ചെയ്യാം. ഏതാ മൂട്? പൊളി മൂട്. നമ്മുടെ ഇഷ്ടത്തിന് എനിക്ക് നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കുക, കാഴ്ചകൾ കാണുക, പുതിയ പുതിയ ജനങ്ങളെ മീറ്റി. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് ഇത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. വണ്ടി എടുത്ത് നേരെ ഇറങ്ങി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു പോവാണ്, എന്നെ സ്ഥലത്തേക്ക് പോകണമെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. നല്ല തണുത്ത കാറ്റ്. ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, തണുത്തോണ്ടിരിക്കും. തണവായ ഞാൻ ഓൾറെഡി ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്ത കാരണം എനിക്കറിയാം. കാരണം ഇപ്പോൾ അവിടെയൊക്കെ വിൻ്റർ സീസണാ. ഹോളി കഴിയണം തണവ് പോണെങ്കിൽ. ഹോളി വരുന്നത് മാർച്ചിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുവരെ നല്ല തണവായിരിക്കും. കടകളൊന്നും ചായക്കട രാവിലെ ആൾക്കാർ ചായ കുടിക്കാൻ ചായക്കട ഷോ അടുത്തല്ലേ കുടിക്കാം. അങ്ങനെ ഒരു കേസുണ്ട്. രാത്രി മുന്നായിട്ട് എത്താനുള്ള പരിപാടി നോക്കണം. ഇന്നലെ എന്തോ ഇതിനൊരു മലയാളി ഹോട്ടൽ കിട്ടിയതാ. നല്ല ഹോട്ടലാട്ടോ. റൂം നീറ്റ് ആൻഡ് ക്ലീൻ. അവരതിൻ്റെ കൂടിയത് തന്നെ കാണിച്ചു 1500 രൂപ. ഞാൻ രാവിലെ വന്നതിനെ 10-15 മണിക്ക്. 10 മണി കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ നേരത്തെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇതൊക്കെയാണെങ്കിൽ എത്ര എക്സ്പെൻസിൻ്റെ 1500 രൂപ ചിലവരുടെ കാര്യമില്ല. 800 രൂപ റൂമിനെ നല്ല റൂമാണ്. സാധാരണ 800 രൂപയ്ക്കൊന്നും ഇത്ര നല്ല റൂം കിട്ടില്ല. അതെനിക്കൊരു ഗുഡായിട്ട് തോന്നി. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഫുഡ് അടിച്ചിട്ട് നീങ്ങാം, അല്ലെങ്കിൽ പണ്ടിയാവും തുറന്നിട്ട്.
എടാ നല്ല കളിയിട്ട് തന്നെ. ഭയങ്കര കട്ടി ദോശ, ഭയങ്കര ക്രിസ്പിയായിട്ട് കിട്ടും മസാല ദോശ. അതല്ലോ ചമ്മന്തി കിട്ടും. പിന്നെ അറ്റത്ത് മല കാണണ്ട, ആ ഗ്രാനൈറ്റ് കോറി കേട്ടോ. മല മൊത്തം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോവുക. എടാ കറക്റ്റ് സ്ക്വയറായിട്ട് ഇത് ഇവിടെ ഉണ്ട് വരണം. അത് തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഏകദേശം പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വേണ്ട കാണാണ്ടോന്നറിയില്ലേ, മൊത്തം നോക്കി പീസാക്കിക്കൊണ്ട് കയറി വരുന്നിട്ട് കഷ്ണങ്ങളായിട്ട്. ഗ്രാനൈറ്റ് കോറി. കിയ കാറില്ലേ, കിയ കാറ്, ആ കാറിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യണ സ്ഥലമാട്ടാ. എത്ര വലുതാന്ന് നോക്കി, ഇവിടുന്ന് അറ്റം വരുന്നുണ്ട് ആ സ്ഥലം കണ്ട. അവിടെ ഇതിൻ്റെ പുറകിൽ അറ്റത്ത് കുറേ കാറുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ലാസ്റ്റിൽ ഇതിന് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങില്ലേ, അതിൻ്റെ ബാക്കിൽ ഫുള്ള് കാറുകളാണ്. റൈറ്റ് സൈഡ് കാണുന്നത് മറ്റേ കുറേ സോളാറിൻ്റെ തോന്നുന്നുണ്ട് അവിടെ വെച്ചിട്ടുള്ളത്. വലിയ ഫാക്ടറിയാ, പൊട്ടാ സാധനം. ഈ ഏരിയ മൊത്തം മൊട്ടക്കുന്നും പട്ടിക്കാടും കാണുന്ന മൊത്തം. ഇവിടെ കുറേ കണ്ടെയ്നർ വന്ന് കിടക്കുന്നുണ്ട് ഒരു വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഈ സാധനം. ഇത് ആന്ധ്രാപ്രദേശിലാട്ടാ, തെലുങ്കാന ആന്ധ്രാപ്രദേശ് ആ ഭാഗത്ത്. ആന്ധ്രാപ്രദേശിൽ വണ്ടി പോയോണ്ടിരിക്കണത് ആടാ. ഈയിടത് കണ്ട വലിയൊരു ഫാക്ടറിയാ, ഗോതമ്പും അമ്മാതിരി സാധനം. ആ സ്റ്റാഫിന് പോകാൻ വേണ്ടി മാത്രമാകുന്നുണ്ട് അത്രയും ടൂറിസ്റ്റ് ബസ്സുകൾ കിടക്കണത് അവിടെ കണ്ട. ഇത് എന്തൊരു സ്ഥലമാണ്. ಯಾವ್ರ ಕೇರಳ. కేరళ అయితే తెలుగు బాగా వస్తుంది. తెలుగు భాష ఆంధ్ర, తెలుగు మలయాళం. ఉత్తరప్రదేశ్. ఎక్కడ ఉత్తరప్రదేశ్? ఇది నాగపూరా లేదంటే అక్కడ మహాకుంభమేళ, ప్రయాగరాజ్. మహాకుంభమేళ ప్రయాగరాజ్. కుంభమేళ అక్కడైనా సరిపోయింది. ఢిల్లీ దేవుని గుడి. వారణాసి. వారణాసి పోయినాం. కాశీ, వారణాసి, అయోధ్య. ఉత్తరప్రదేశ్ జనాభా ఎక్కువ అక్కడ. ఇట్లా అనుపారు యాడ్చి కుప్పలకు జనాలు అట్లా రోడ్లు పడితే. కాశీ నుండి అయోధ్య పోయినాము, యాడే కానీ గ్యాప్ లేదు, అంతా ఊరినట్లే ఉంది. 300 కిలోమీటర్లు వస్తుందా తీసుకో. ఆంధ్ర. ఏ తెలంగాణ? ఇది ఆంధ్ర. ఆంధ్ర హైదరాబాద్ తెలంగాణ. ఓ పెట్రోల్ క్యాన్ ఎక్స్ట్రా పెట్రోల్ నీరు. గురువాయూరా.
ഞാൻ ഇരിക്കണതിൻ്റെ അടുത്ത മരം ആര്യോ ഇപ്പൊ ഒന്ന് നോക്കിക്ക് അടാ മറ്റേ ഓട്ടോറിക്ഷക്കാരൻ കയറിട്ടാ വണ്ടി സ്റ്റാർട്ടാക്കിയത് കയറിട്ട് വലിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ കടലാസ് പൂവിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്. ഇവിടെ ഈ പറമ്പിലും ഇത് നോക്കി ഇവിടെ ഒരു വിധപ്പെട്ട എല്ലാ കളറും കൂടി ഉണ്ട്. ഇതേ നോക്കണു കണ്ട ഇത് ഇവിടെ അപ്പുറ സൈഡിൽ കുറേ ഇത് വെട്ടിയിട്ട് അവിടെ വന്നിടുമ്പോൾ തന്നെ മുളയ്ക്കാന്ന് തോന്നുന്നുണ്ട്. അവിടെ കിടന്നിട്ട് എന്തോരെ വരണ വഴിയിൽ മൊത്തം കടലാസ് പൂ മാത്രമല്ല. നമ്മളവിടെ 250, 300, 400 കൊടുത്തിട്ട് കാശ് കൊടുത്ത് മേടിക്കുക. ഇവിടെ വെറുതെ നിൽക്കുക. ആരെങ്കിലൊക്കെ ഹൈദരാബാദ് അധികം പോകുന്നുണ്ടെങ്കിൽ ഈ റൂട്ട് വരുന്നുണ്ടെങ്കിൽ 2 ചില്ല മാത്രം വെട്ടിക്കൊണ്ടുപോയാൽ മതി. നോക്കിയേ ഇഷ്ടം പോലെ നിൽക്കണത് ആണോ, നട്ടുപിടിപ്പിച്ച പോലെ നിൽക്കണത്. ഇതൊക്കെ ഇപ്പുറത്തുനിന്ന് വെട്ടിക്കൊണ്ടുപോയി ഇവിടെ കളയെന്താന്ന് തോന്നുന്നുണ്ട് അവര്. എൻ്റെ മോനെ ഇവിടെ തീപിടുത്തം നടക്കണ്ടില്ല. തീപിടുത്താണോ ഞാൻ തീ ഇട്ടിട്ടുള്ളതാണോ? അന്വേകത്തില് തീ ഇട്ടപ്പോലെ തോന്നുക. ഫയർഫോഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉള്ളത് പറയും ഞങ്ങളത് മനപ്പുറക്കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോലോ. ആരെങ്കിലും അത് പറഞ്ഞ ഇവിടെ ഒരു മനുഷ്യന്മാരില്ല. എല്ലാവരും ഈ വണ്ടി ഓടിച്ചിട്ട് എൻ്റെ കാര്യം നോക്കി പോവുക ചെയ്യണത്. പട്ടാമ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് ആന്ധ്രയല്ല. ഞാനൊരു തെലുങ്കാനാണ് ചോദിച്ചത്. തെലുങ്കാനല്ല, ഇത് ആന്ധ്രയാന്ന് പറഞ്ഞു. കുറച്ച് പോയി കഴിഞ്ഞാൽ തെലുങ്കാനയാവുമെന്ന് പറഞ്ഞു. ഇതെന്തിട്ടാണോ കൂട്ടിയിട്ടുള്ളത്? മണൽ പോലെ ഉണ്ട് കാണുമ്പോൾ. ചേർന്ന് മണൽ ചേറു. ആ അമ്മാമല്ല പാപ്പന. What is this? ये क्या है? राइस. ओ राइस ले. मिल्लू. अच्छा ठीक मिल्लू. അയ്യോ കളവണ്ടിക്കാരൻ പോയി. ഇത് കുറെ കണ്ടു ഞാൻ. 2-3 കാണുന്നു ഇവിടെ. ആടാ നെല്ല് ഇതാക്കിയിട്ട് അയ്യോ തന്നു അതിൻ്റെ വേസ്റ്റ് ആണ്ടാ. നോക്കി ഇതെന്തോരത് കാറ്റ് വീശ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ലേ? ഒരു നെല്ലോട് ചേർന്നോണ്ട് ചേറിയോണ്ട് റൈസ് ഇവർക്ക് തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. അതാണെങ്കിൽ മുക്കറിയില്ലേ. അപ്പുറത്തുണ്ട് ഇവര്. ഈ സാധനം ഇവര് എന്നിട്ട് എന്തിട്ട് ചെയ്യേ? ഓ വോൾവോ ഡെലിവറി ട്രക്ക് പോണു കർണാടക വണ്ടി. $1531. ഭ്രാന്താണ് അവന്. പോണത് റോങ് സൈഡാ. ഇത് കുറണ്ട് 4-5 ഇപ്പൊ കാണുന്നു. ഞാൻ ഇത് എന്തിട്ട് മനസ്സിലാവും. ഞാൻ മണല് കൂട്ടിട്ടിരിക്കുന്നതോ ചോദിച്ചു. പിന്നെ നെല്ലാവും. മനസ്സിലായി നെല്ല് തന്നെയാണ്. നെൽകൃഷി ഹേ ബായ്. ഒന്നരയായി മസാല ദോശ മുളക് ഉണ്ടായിരുന്നു. ചുറ്റും കാണുന്ന നടുക്ക് റോഡ്. ഒരു മനുഷ്യൻ വണ്ടികൾ അങ്ങോട്ട് പോകുന്നല്ലാണ്ട് പോകുന്നോ. ഒരു അതിവിജനമായ റോഡ്. അതിൻ്റെ നടക്കുന്ന ഒരു കട റെസ്റ്റോറൻറ്റ് വെച്ചിട്ടുണ്ട്. കുറേ ദാബിനത് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ദാബ കാണാൻ തുടങ്ങി. അങ്ങനെ കുറേ ദൂരം കണ്ടു ദാബ. ജാക്കറ്റ് തൊട്ട കയ്യിൽ നോക്കി കറുത്ത കരി വലിച്ചു. എന്താ പോലെ ജലദോഷം.
വിളിച്ചിട്ട് രക്ഷയിൽ സൗണ്ടും പോയി തൊണ്ടടത്തിലൊക്കെ വേണ്ടത്. സ്കൂൾ പിള്ളേർ പോകണമെങ്കിൽ എടാ അതിങ്ങനെയാണ് വണ്ടിയിൽ ട്രാവൽ ചെയ്യുക. 10 പേരെന്ന് പറഞ്ഞത് ഒരു 500 മീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെലുങ്കാനയായി. മാപ്പ് പ്രകാരം ഇപ്പം നമ്മൾ തെലുങ്കാനയിലേക്ക് കടന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണാനില്ലേ. നല്ലൊരു ഉറക്കം ഉണ്ടായിരുന്നു. നല്ലപോലെ ഉറക്കം വേണ്ടായിരുന്നു. എന്നിട്ട് ഇത് വണ്ടി ഒതുക്കി ഡിസ്ക് ലോക്കും 2 ഡിസ്ക് ലോക്ക് ഉണ്ടായിരുന്നു. അതിട്ടു ഹാൻഡ് ലോക്ക് ചെയ്തു. സാധനങ്ങളെല്ലാം ഫോണും എല്ലാ സാധനങ്ങളും പെട്ടിയിൽ ലോക്ക് ചെയ്തു. ലഗേജിൻ്റെ അകത്ത് ലോക്ക് ചെയ്തിട്ട് ഹെൽമെറ്റ് തലവണക്കിയിട്ട് കിടന്നു. 3 മണിക്കൂർ എന്തായാലും ഉറങ്ങി. 3 മണിക്കൂർ എന്തായാലും ഉറങ്ങിണ്ടാവും. ആ ക്ഷീണം പോയി കിട്ടിയാൽ മതി. ഉറങ്ങി 3:30 ആകുമ്പോൾ കിടന്നതാ. 3:30 ആകുമ്പോൾ 3:15 ആകുമ്പോൾ കിടന്നതാ. 4:30 4:15 ആകുമ്പോൾ എൻ്റെത്. 3 മണിക്കൂർ ഉറങ്ങിണ്ടാവും. ജലദോഷത്തിൻ്റെ ഗുളിക കഴിച്ച കാരണേ ഉറക്കം വരിക. ഇന്നലെ കിടക്കുമ്പോൾ ഏകദേശം 2 മണി ആവാറായി. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ എനിക്കും ചെയ്തു. എന്തൊക്കെ റോഡില്ലേ. സൗണ്ടൊക്കെ പോയി, വേറെ സൗണ്ടായി. ഹൈദരാബാദ് ഒരു 50 കിലോമീറ്റർ ഉള്ളതിന് വെറും 50 കിലോമീറ്റർ മാത്രം. ഞാനേ അവിടെ കിടന്നുറങ്ങിയപ്പോഴേ ഭയങ്കര സുഖമായി. വൈകുന്നേരം ഒരു ഗുളികയും കൂടി കഴിച്ചിട്ട് ടാബ്ലറ്റും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നാളേക്ക് ഉഷാറാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. തീരെ വയ്യാണ്ടായി. നമുക്ക് ടോട്ടല് 65 കിലോമീറ്റർ നമുക്കുണ്ട്. 65 ഹൈദരാബാദ് കഴിഞ്ഞിട്ട് ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സ്റ്റേ അടിക്കണുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുള്ള് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയായിരിക്കും മിക്കവാറും. അത് കാരണം ടൗൺ കിട്ടാണ്ടിരിക്കുക. അത് ഇന്നലത്തെ പോലെ ഇരുട്ടതായിരിക്കും യാത്ര. നോക്കി നോക്കാം. ലോറി, ഡെലിവറി വണ്ടികൾ, അങ്ങനത്തെ ഒരു വലിയ വലിയ ട്രക്കുകൾ മാത്രമേ ഇതിന് പോണുള്ളൂ. അതേപോലെ ധാബ കണ്ട് മതി. എന്തോരം ധാബയാ. 500 മീറ്റർ 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ധാബ ടൗണായി. പിന്നെ എനിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാർ പിടിച്ച് കെട്ടിയിടും. അവിടെ ചെക്കിങ് കിടക്കണ്ടായിരുന്നു. അവിടെ ടോളുണ്ടായിരുന്നു. അവിടെ പൊല്യൂഷൻ എടുത്ത് കൊടുക്കണ വണ്ടിയാന്ന് തോന്നുന്നുണ്ടാ. അല്ല PUC ഓമിനിക്ക് അത് പൊല്യൂഷൻ എടുത്ത് കൊടുക്കണത്. നമ്മളവിടെ ബിൽഡിങ് ഒക്കെ കെട്ടിട്ട് അതിനകത്ത് AC ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇരിക്കണത്, ചില്ലിട്ട റൂമിലിരിക്കണത്. ഇവിടെ നോക്കി ഓമിനി വന്ന് റോഡിലിട്ടൊരു പൊല്യൂഷൻ. ഏതാ മോഡ്. ഹൈദരാബാദ് എത്തി. ഇനി ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ ലൊക്കേഷനിലേക്ക്. അവിടെ എത്തിയിട്ട് അവിടെ റൂമുണ്ടോ നോക്കാം. 23 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് കാര്യമില്ലേ. 1 മണിക്കൂർ ട്രാവലിംഗ് ടൈം കാണിക്കുന്നത്. ആദ്യം മാപ്പിലേക്ക് നോക്കി എന്തൊരു വഴി കാണിച്ചിട്ടുള്ളത്. ഒരു സെറ്റപ്പ് കണ്ട. ഈ സൈഡിലൂടെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് വഴി ഉണ്ടാക്കി വെച്ചിരിക്കുക. അമ്പോ അത് നല്ലൊരു കാര്യമുണ്ട് കേട്ടോ. ആൾക്കാർ ഇതിനെ നടക്കും, നമ്മൾ പുറത്തോടെ വണ്ടി ഓടിക്കും. കൊള്ളാം. 2 സൈഡും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അത് കുറേ ദൂരത്തേക്കുണ്ട്. ഭ്രാന്തായ കുറേ നേരം നോട്ടാറും വേണ്ട. കുറേ ദൂരത്തേക്കുണ്ട് നടന്നു പോകാനുള്ള രീതിയിൽ. നൈറ്റ് നടക്കണവർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ദൂരം കണ്ട സൈക്ലിങ്.
ഹൈദരാബാദ് സിറ്റി നോക്കി എൻ്റെ അമ്മോ എന്തൊരു നോക്കിയ ഫുള്ള് ഫ്ലാറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വരണം കേട്ടോ. അതിൻ്റെ ഒരു ആകാംക്ഷയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഫുള്ള് ഫ്ലാറ്റുകൾ, എന്തോരം ഫ്ലാറ്റ്, ഭയങ്കര വലിയൊരു സിറ്റി. കയറ് കൂട്ടിയിട്ട പോലെയാണ് റോഡുകളാണ് കിടക്കണത്. അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവും പല റൗണ്ടും. മാപ്പില്ലാന്നുണ്ടെങ്കിൽ വഴി തെറ്റുന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്. നോക്കി ഫ്ലാറ്റുകൾ പൊന്തിയിട്ടുള്ള നോക്ക്, വെച്ചാൽ സിറ്റി നോക്കി കാണാണ്ട വമ്പ നഗരം. ഇത് നടക്കുന്നത് സിറ്റി മൊത്തം ഉണ്ടെന്ന് തോന്നിട്ടാ ആൾക്കാർക്ക് നടക്കാനുള്ളത്. വീട്ടിലായിട്ട് കണ്ട് അപ്പുറത്ത് പണി നടക്കൊണ്ട് വരണ. തിരക്കേറിയ നഗരം, തിരക്കേറിയ ജീവിതം. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഇതുകൊണ്ട് ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകളോട്ടോ കൂടി ഉണ്ട് കുറെ. നോക്കി ചുറ്റും ഫ്ലാറ്റുകള്. വേറെ ഏത് ലോകത്ത് വന്ന പോലെ ഇതൊക്കെ എന്തിട്ടത് വീടാ, അപ്പാർട്ട്മെന്റുകളത്, മാളത് മനസ്സിലാവുന്നില്ലെന്ന്. മാളുകളാകുന്നുണ്ട് എന്തൊരു സാധനമാണോ. ആ സൈഡ് നോക്കി ഇത്രയും വലിയ സിറ്റി ആണെന്നുകൊണ്ട് കാര്യമില്ലടാ. ഇതിൻ്റെ സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിറച്ച് ചേരികളുണ്ട്. അതായത് ചേരിന്ന് മീൻസ് ചെറിയ ചെറിയ വീടുകൾ കാണിച്ചാ കഴിഞ്ഞ ഓട്ടോറിക്ഷയുടെ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ലൈലാൻഡ് വണ്ടി വരും അതിൻ്റെ ഉള്ളിൽ പോകണം നോക്കിയാൽ അങ്ങനത്തെ ഡ്രൈവർമാർ.